ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ നമ്മളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ വ്ളോഗ് ചെയ്യാത്ത ആശിക്ക ഇപ്പത്തൊന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമ്മള് സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന കുറച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എവിടെ പോയി നിങ്ങളെ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ? നമ്മള് ഷോർട്സ് എല്ലാ പ്രാവശ്യം ഇടലുണ്ട്, ഡെയിലി ഇടലുണ്ട്. ഉണ്ട്. നമ്മൾ പെരുന്നാളിന് കഴിഞ്ഞ ശേഷം കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ എന്താ പറയാ, ഒരു വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ട് ഒരു വ്ളോഗ് ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും നല്ല എന്താ പറയാ പെരുന്നാളായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നില്ലേ? അടിച്ചു പൊളിച്ച് പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നത്. അതെ, നമ്മളും അടിച്ചു പൊളിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളല്ലേ. അതേമാതിരി തന്നെ നമ്മള് വ്ളോഗ് ഇടുമ്പോൾ അതേമാതിരി കോണ്ടന്റ് ഇടുമ്പോൾ സമയത്ത് അധികം ആൾക്കും അറിയേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ തന്നെയാണ് ഫുൾ ടൈം. എന്താണ് എനിക്ക് വീട്ടിലൊക്കെ നിൽക്കാനുള്ള പൂതി ഉണ്ടാവൂലേ? അതെ, ഓൾക്കോളെ വീട്ടിൽ നിൽക്കണ്ടേ ഇടക്കിടക്കൊക്കെ. അപ്പൊ എല്ലാരും ചോദിക്കാണ് എന്താ ഇടക്കിടക്ക് വന്ന് നിൽക്കലുണ്ട്. എല്ലാ മാസത്തിലും എനിക്ക് ലീവ് ഉണ്ടാവലുണ്ട്. ഇപ്രാവശ്യം കുറച്ചൊരു എക്സ്റ്റൻഡ് ലീവ് എടുത്ത്. അത് മാത്രല്ല നമ്മള് സാധാരണ നമ്മൾ ഇങ്ങനെ വ്ളോഗ് ഡെയിലി ഇടാത്തതും കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത. നമ്മള് യൂഷ്വലി ഇവിടെ ഇങ്ങനെ എടുത്തിടന്ന് നിൽക്കലുണ്ട്. അപ്പൊ എന്താ പറയാ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ എടുത്ത്. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി എന്താന്നുള്ളത് അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കുന്നുണ്ട്. പേഴ്സണലി എത്ര മെസ്സേജ് പഠിച്ചോളെ. നമ്മള് ഡ്രസ്സിന്റെ പിന്നെ കളക്ഷൻസ് ഇടുന്ന സമയത്ത് അതില് വന്നിട്ട് ഡ്രസ്സ് വെച്ചിട്ട് ചോദിക്കും, എന്താണ് പോകുന്നില്ലേ? അപ്പൊ അതിനൊക്കെ നമുക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ, ഒരു Q&A നമ്മൾ എന്തായിട്ട് ഇടുന്നുണ്ട്. കുറെ ഡൗട്ടുകളാണ്. അപ്പൊ എന്താക്കാ ഒരു Q&A ചെയ്യാം. ഉടനെ ഇടല്ലേ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരു Q&A പോസ്റ്റ് ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചോദിച്ചു ഒക്കെ ഓൾമോസ്റ്റ് ഒന്നാണല്ലോ. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Q&A അതിൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഈ കണ്ണൂരേക്കുള്ള സ്ഥലല്ലേ, അവിടേക്കൊക്കെ ഒരാൾ കല്യാണം കഴിഞ്ഞാൽ ഒരാവിടെ തന്നെയാണ്. കാലിക്കറ്റും ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലൊന്നല്ലേ. പക്ഷെ കുറ്റിച്ചിറ എന്നൊക്കെ പറയുന്ന ഏരിയ ഉണ്ട് നമ്മളെ കാലിക്കറ്റ്. അവിടെ അങ്ങനെയാണ്, വീട്ടിൽ തന്നെ നിൽക്കാം. എനിക്കൊന്ന് കണ്ണൂരൊക്കെ സ്ഥിരമാണ്. ആശിക്ക പാവായതുകൊണ്ട് ആശിക്കാക്ക് പ്രശ്നമല്ല. ആശിക്ക ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് പോകും. അതെ, പിന്നൊരു കാര്യമുണ്ട് ഗൈസ്, ഇവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ എന്നെ വിടൂല. എന്തെങ്കിലും പറഞ്ഞു ഇവിടെ നിർത്തും. അതാണ് ഇവിടെ സ്ഥിരം. ഡെയിലി ആശിക്കാനെ കാണാം, കണ്ടന്റൊക്കെ എടുക്കാനുള്ളതല്ലേ, അതിനോട് ഡെയിലി ആശിക്കാനെ കാണാം, അത്രേ ഉള്ളൂ. അപ്പൊ ഡെയിലി ആശിക്ക വന്ന് എന്നെ കണ്ടുപോകും. അതെ, കണ്ടന്റ് എടുക്കണം. അപ്പൊ നമ്മളത് മുടക്കാതെയും കൊണ്ട് ഇവിടെ വരല് നിർബന്ധമാണല്ലോ. അപ്പൊ എന്താ പറയാ, അല്ലെങ്കിൽ വേല വിളിച്ചു വരുത്തുകയും ചെയ്യട്ടെ, അത് വേറെ കാര്യം. അങ്ങനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിട്ട് ആശിക്ക ബാബ. അതന്നെ, അതെന്താ ശരിയാ, അതൊരു പോയിന്റ് ആണ്. സ്പെഷ്യൽ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ വിളിക്കൂ. അപ്പൊ സ്പെഷ്യൽ എന്നാ ഞാൻ ഇങ്ങനെ വന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാമല്ലേ. എന്റെ വീട്ടിലേക്ക് ഒന്ന് വന്നാണ്. എന്താ പറയാ, നമുക്ക് കുറച്ച് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അയക്കാനൊക്കെ ഉണ്ടായി. ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നാ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നേരെ വന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളെ വീട്ടിലെ മാങ്ങ പൈത്തൊക്കെ ഉള്ളതാണ്. അതാണിപ്പോൾ എൻ്റെ ഈ ഇടയായിട്ടുള്ള റെഗുലർ പരിപാടി ഞാൻ കാണിച്ചത് നിങ്ങൾക്ക്. ഇവിടെ മാത്രം എനിക്ക് കൈ എത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡെയിലി വന്നിട്ട് എൻ്റെ വാർപ്പിൻ്റെ മുകളിൽ നിന്നും നോക്കുന്നത് എൻ്റെ പരിപാടി. പൈക്കുന്നുണ്ട്, എന്താ പറയുക, കുറേ ഉണ്ടായിക്കുണ്ട്. കുറേ എണ്ണം എന്താ പറയുക അണ്ണാനും അങ്ങനെയൊക്കെ കൊത്തിയിടുന്നുണ്ട്. ഈ പ്രാവശ്യം കുറേ മാങ്ങ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താ അവിടെ കണ്ടില്ലേ കൊത്തിയിട്ടാണല്ലേ നിങ്ങൾ. അതേമാതിരി തന്നെ എന്താ പറയുക കണ്ടോ, അതിനുള്ളിലൊക്കെ കണ്ടില്ലേ കുറേ ഉണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൈയെത്തില്ല. പക്ഷെ തട്ടിയിട്ടിട്ട് വീണാൽ പൈത്തിയില്ലെങ്കിൽ പിന്നെ പൈക്കയില്ല നിലത്ത് വീണാൽ. അപ്പോൾ അതാ ഇവിടെ കുറേ ഉണ്ട്. ഇതൊക്കെ എന്താ പറയുക 2 ദിവസം കൊണ്ട് പൈക്കും. ഞാൻ മാങ്ങ പറിക്കുമ്പോൾ അവിടെ 2 കുട്ടികളിങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. മാങ്ങ പറിക്കാൻ വേണ്ടി എന്നെ കണ്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു മാങ്ങ പറിച്ച് കുട്ടിയെ കൊടുത്ത്. പൈത്തിയില്ല, പൈക്കാത്തയും കൊണ്ട് കൊടുക്കാനും തോന്നില്ല. കാരണം പച്ചയല്ല, നമ്മളിങ്ങനെ പൈക്കാൻ വേണ്ടി വെക്കുന്നല്ലേ. പച്ച നല്ല പുളിയുണ്ടെന്ന്, പക്ഷേ പൈത്ത നല്ല മധുരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റെഗുലർ ചെക്കപ്പാണിത്. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ വന്നിട്ട് നമ്മൾ മാങ്ങ പൈത്തോ ഇല്ലയെന്ന് നോക്കാറ്. നമുക്ക് ഇവിടെ തന്നെ 3-4 മാങ്ങ മിക്സ് ആക്കിയിട്ടാണ് വരുന്നത്. ചിലത് നല്ല എന്താ പറയുക മധുരം ഉണ്ടാവും പൈത്താൽ, ചിലത് വേറെ ടേസ്റ്റാണ്. അങ്ങനെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ മാങ്ങ വരുന്നത്. പക്ഷെ കുറേയൊക്കെ അങ്ങനെ വീണ് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി മെയിൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ. എന്താ കഴിക്കുന്ന കാണിച്ചു കൊടുക്കുന്നത്. ഹൗ ഇസ് ഇറ്റ്? ഡയറ്റാണ്, അതുകൊണ്ട് ഞാൻ അധികം കഴിക്കില്ല. ഞാൻ കുറേ കഴിച്ചത് അല്ലേ നിങ്ങൾക്ക് ഒന്നേ ഞാൻ ഉണ്ടാക്കിക്കൊള്ളു. ഡയറ്റ് ആയതുകൊണ്ട് ബാക്കി മൊത്തം ആകെ 5 ഉള്ളൂ. ബാക്കി തന്നെ നാളേക്ക് വെച്ചിക്കണ്. ഇവിടുന്ന് ഞാൻ വരുമ്പോ ചോറും മീൻ പൊരിച്ചോ എല്ലാം കഴിച്ചിട്ട് ആകെ ഇച്ചിരി ചോറേ കഴിച്ചുള്ളൂ.
ടേസ്റ്റ് ഉണ്ടോ? നൈസ്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഒന്നെ വെച്ചിക്കുള്ളൂ. ഇടക്കിടക്ക് പറയുന്നത് അല്ല കേട്ടോ, നിങ്ങൾക്ക് 2 വേണ്ട. സീരിയസ്ലി. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോ ഷാലോ ഫ്രൈ ആണ്. ഇച്ചിരി വെളിച്ചെണ്ണയില് നിങ്ങള് ഡയറ്റാന്ന് പറഞ്ഞതിനുണ്ട്. സത്യേച്ചു ഇച്ചിരി എന്നിട്ട് മൂടി വെച്ച് ഇങ്ങനെ ആക്കിയെടുത്തതാ. നോക്കതാ ഞാൻ ഡയറ്റ് കത്തിക്കാട്ടുള്ളൂ. അതുവരെ എന്താ പറയാ, കല്ലുമ്മക്ക ഉണ്ടാക്കിയ നോമ്പി ഉണ്ടാക്കി നമ്മള് നോമ്പി ഉണ്ടാക്കിയില്ലേ നമ്മൾ കല്ലുമ്മക്ക. ഓ എനിക്ക് ഇഷ്ടമല്ല എനിക്ക്. യെസ്, അതല്ലേ ബാക്കി ഇങ്കാന്ന് പറഞ്ഞേ. ഞാൻ വീട്ടിൽ പോയി വന്നതാണ്. വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു ആദ്യം ഒരു വീഡിയോ കൊടുത്ത് ഇൻട്രോ എടുത്തിട്ടുണ്ട്. മാങ്ങ പറിക്കുന്നത് എന്താ പറയാ. ഇപ്പൊ നമ്മളിവിടെ കല്ലുമ്മക്കായ്ക്ക് നല്ല ഇതുണ്ട്, ചാകരമായിട്ടുണ്ട് അല്ലേ, നമ്മളെ മീൻ ചാകരൊക്കെ എന്ന് പറയുന്നവര്. ഞാൻ വരുന്നതൊക്കെ വളർത്തുന്നല്ലേ. ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ബീച്ചിൽ നിന്ന് വരുന്ന സമയത്ത് അത് വണ്ടി നിറച്ചിട്ടിട്ട് എത്രയോ ആൾക്കാർ എന്നിട്ട് 100 റുപ്യ 200 അങ്ങനെ എന്താ വെച്ചിട്ട് കിലോന് വെച്ച് അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ കുറേ വന്ന് വാങ്ങിക്കുന്നത്. നോക്ക് ഗൈസ്, ഇവിടെ ഒരാൾ ഇതിൻ്റെ അടിമല്ല ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ. നല്ല വലിയ കല്ലുമ്മക്കായ കിട്ടിയപ്പോൾ നല്ല വലുപ്പത്തിലാണ് പൊരിച്ചല്ലേ. നല്ല വലുപ്പത്തിലെ കടുക്ക പൊരിച്ച. നമ്മളെ ബീച്ചിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ വേറെ ട്രെൻഡ് ഉണ്ട്, കല്ലുമ്മക്കായ കിട്ടിക്കഴിഞ്ഞാല് അല്ലേ. തോടോടെ അതിൽ എന്താക്കുന്ന അറിയാം, പുഴുങ്ങിയിട്ട് അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് കഴിക്കും. നമ്മളെ കാലിക്കറ്റ് ബീച്ചില് അതിന്റെ റീലൊക്കെ കുറെ ഇറങ്ങി തോന്നില്ല. അപ്പൊ അതെന്താ വെച്ചാൽ എന്താ അറിയാം, ഒന്നുമില്ല, കല്ലുമ്മക്കായ അങ്ങനെ പൊളിക്കൂ എന്നിട്ട് മസാലയൊക്കെ ഇട്ടിട്ട് തിന്നും. ഇമൂനെ കൂട്ടിലാക്കാനുള്ള പരിശ്രമത്തിലാണ്. വാ ഇങ്ങോട്ട് വാ. കണ്ടപ്പോത് ഇങ്ങനെയാണ് നമ്മൾ ഇമൂനെ കൂട്ടിലാക്കുന്നത്. ഡ്രസ് കൊണ്ട് കൂട്ടി പിടിക്കുമ്പോൾ മനസ്സിലായി പിടിക്കാൻ ഓടിക്കാനുള്ളതല്ലേ. ചെരുപ്പിട്ട് അതിനെ പറ്റിച്ചതിനെ കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടി കയറ്റുന്ന വെച്ചുണ്ടാക്കുന്നു. ഇനിയിപ്പോ കൂട്ടി കയറ്റിയാല് കുറച്ച് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. അതെ, ആഷിക്ക പേടിച്ചിട്ട് കണ്ണടക്ക് ഊരി വെക്കുന്ന. എന്റെ കണ്ണടക്ക് 2 പീസാക്കി തരും, അതാ പ്രശ്നം. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഞാനൊരു Q&A വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാർ എന്താ ചോദിച്ചെന്നുള്ളത്, ഒറ്റ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പുതിയ വിശേഷങ്ങൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് 2 Q&A ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞതിന് ശേഷം 2 Q&A ചെയ്ത്, അപ്പോൾ നമുക്കൊരു Q&A കൂടി ചെയ്യാം. ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്, നാളെ മറ്റന്നായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ എന്താക്കിയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക ആൻസർ ചെയ്യട്ടോ അതിൻ്റെ. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ പറയുക, കൂടുതൽ വിശേഷങ്ങളുമ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.